ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ, കൃഷിഭവന് സമീപം, പെരിങ്ങോം. കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. തോമസ് കൈപ്പനാനിക്കൽ സ്വാഗതം ആശംസിച്ചു. മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചെറുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് മഹേഷ് കുന്നുമ്മൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. DCC നിർവാഹക സമിതി അംഗം ആലയിൽ ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. സലീം തേക്കാട്ടിൽ, PV ബാബു, VV ദാമോദരൻ, M സജീവൻ, ജോൺ ജോസഫ് തയ്യിൽ, കുട്ടിച്ചൻ തുണ്ടിയിൽ, M കരുണാകരൻ, പ്രണവ് കരേള, അഡ്വക്കേറ്റ് ജിജി കൊച്ചുപറമ്പിൽ, വിജു പയ്യാടക്കത്ത്, ഷിബു തട്ടുമ്മൽ, ബിജു പുളിമൂട്ടിൽ, കൃഷ്ണൻകുട്ടി, രേഷ്മ വി രാജു, മിനി പാറശ്ശേരി എന്നിവർ സംസാരിച്ചു. ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലും ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലും പകരം വെക്കാൻ പറ്റാത്ത ഒരു മഹനീയ വ്യക്തിയുടെ, നമ്മുടെ പ്രിയങ്കരനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ചരമവാർഷികമാണ് ഇന്ന് നമ്മൾ ആചരിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹം മരണപ്പെട്ടിട്ട് 2 വർഷം കഴിഞ്ഞെങ്കിലും കേരളത്തിലെ ജനമനസ്സുകളിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്നും പച്ചകടാതെ നിൽക്കുന്നതിന്റെ കാരണം മറ്റുള്ളവരിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്ന ചില സ്വഭാവ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ്. നമുക്ക് കൂടുതൽ ലഭിക്കേണ്ട കാര്യമില്ല. ഇന്നിപ്പോൾ കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി എങ്ങനെയുള്ള ഒരാളാണോ അതിന് എങ്ങനെ വിപരീതമായിട്ടുള്ള സ്വഭാവ ഗുണമുള്ള ഒരു വ്യക്തിയെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉമ്മൻചാണ്ടി സാറിനെ മനസ്സിലാക്കാൻ കഴിയും. അധികാരത്തെക്കാളുപരി ജനങ്ങളോട് ആർദ്രത കാണിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമാണ്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സമൂഹത്തിലെ പൗരധർമ്മങ്ങളോടൊപ്പമാണെങ്കിൽ ഉമ്മൻചാണ്ടി സാറ് സാധാരണക്കൊപ്പവും അവരുടെ ഏറ്റവും താഴെ കണ്ടുകൊപ്പവും സമൂഹത്തിന്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒപ്പവുമായിരുന്നു. അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി നേതൃത്വത്തിൽ ആചരിക്കുന്നതിൽ കോൺഗ്രസിന് ഇന്നും അഭിമാനിക്കാവുന്ന, ഓർക്കാവുന്ന ഒരു ഉജ്ജ്വല വ്യക്തിത്വമായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി എന്നുള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ശേഷമാണ് കേരളം വളരെ കൂടുതൽ അറിഞ്ഞത് എന്ന് നമുക്കറിയാം. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്തിൽ അദ്ദേഹത്തെ കണ്ടെത്തുന്നവരും അദ്ദേഹത്തിന്റെ ജനപ്രീതി കുറക്കുവാൻ വേണ്ടി എല്ലാ നിശ്ചിത ശ്രമങ്ങൾ നടത്തിയ ആളുകൾ, നേതാക്കൾ ഉൾപ്പെടെ അദ്ദേഹത്തോട് ക്ഷമ പറയുന്ന ഒരു സാഹചര്യം വന്നു എന്ന് നമുക്കറിയാം. ഒരു നടന്നുകൊണ്ട് മറുതരം അറിയാൻ പാടില്ല എന്നുള്ള തത്വം അതുപോലെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച വ്യക്തിയായിരുന്നു. ഇങ്ങനെ ഓടിപ്പോകുന്ന കാഴ്ച നാം ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടു. അത്ഭുതപ്പെട്ട് ഒരുപാടും. ഒരുപക്ഷെ ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിന്റെ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും അല്ലെ അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി അടക്കമുള്ള അദ്ദേഹത്തിന്റെ കുടുംബവും ഒന്നും ഇത്രയേറെ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു, ഹൃദയത്തെ സൂക്ഷിച്ചിരുന്നു എന്ന് മനസ്സിലാക്കിയത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അന്ത്യകാലഘട്ടത്തിലായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. അത്രമാത്രം മതത്തിനും ജാതിക്കും രാഷ്ട്രീയത്തിനും ഉള്ളവരും ഇല്ലാത്തവരും എല്ലാത്തിനും അപ്പുറം ഒന്നിച്ചു ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി കണ്ണീർ വാർക്കുകയും അദ്ദേഹത്തിന്റെ വേർപാടിൽ ഹൃദയം തല്ലി കരയുകയും ചെയ്ത ഒരു വലിയ മനുഷ്യ സമൂഹത്തെ നമ്മുടെ കേരളക്കരയിൽ നമുക്ക് കാണാൻ സാധിച്ചു. എങ്ങനെയാണ് ഉമ്മൻചാണ്ടി അറിയുന്നത് ഈ വ്യക്തിക്ക് ഒരു രാഷ്ട്രീയ നേതാവിന് മറ്റാരിൽ നിന്നും വിഭിന്നമായി ഇത്രയേറെ ജനങ്ങളെ സ്വീകരിക്കാനും സ്നേഹിക്കാനും സാധിച്ചിട്ടുള്ളത് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് അതിനുത്തരം. നിങ്ങൾക്ക് ഏവർക്കും ഒരുപക്ഷെ അദ്ദേഹവുമായി വ്യക്തിബന്ധമുള്ള ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാർക്കൊക്കെ ഏതെങ്കിലും ഒരു സഹായവുമായി ബന്ധപ്പെട്ട കഥകൾ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയാനുണ്ടാവും. അതൊരു പക്ഷേ കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെടുന്ന നേതാക്കൾക്ക് മാത്രമല്ല, ഇതര രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം അന്ന് തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ വെച്ചപ്പോൾ അവിടെ അറിയപ്പെട്ട CPIയുടെ മുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രൻ അദ്ദേഹത്തെ അനുസ്മരിച്ചത് ഏറെ ഹൃദയസ്പൃക്കായ വാക്കുകളിലൂടെയായിരുന്നു. അദ്ദേഹം പറയുകയുണ്ടായി, ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു നേതാവിന് നിലനിന്ന് പോകാനോ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലൊരു ജന്മം ഇനി വീണ്ടും ഉണ്ടാവുമോ എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. അത്രയേറെ
രാഷ്ട്രീയ ബന്ധങ്ങൾക്കൊക്കെ അപ്പുറം ജീവനും ജനങ്ങൾക്കും അതുപോലെ തന്നെ മനുഷ്യനും ബന്ധം കൽപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച നേതാവ്. അദ്ദേഹത്തിന്റെ മുന്നിൽ സാധാരണക്കാരനെ, പാവപ്പെട്ടവനെ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ സഹായിക്കുന്നതിന് ഒരു തരത്തിലുള്ള നിയമങ്ങളോ നൂലാമാലകളോ ഒന്നും തടസ്സമായിരുന്നില്ല. പല ഘട്ടങ്ങളിലും പ്രോട്ടോകോളിന്റെയും അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ നിയമങ്ങളുടെയൊക്കെ തടസ്സങ്ങളിലൂടെ പലർക്കും സഹായങ്ങൾ എത്തിക്കാൻ വൈകുന്ന സമയത്ത് അതിനെയൊക്കെ വഴിമാറ്റി വെച്ചുകൊണ്ട് അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നേരിട്ട് അവർക്ക് സഹായങ്ങൾ എത്തിക്കുവാൻ വേണ്ടി അദ്ദേഹം തയ്യാറായ കാഴ്ച നമുക്കൊക്കെ കേട്ടതാണ്. എത്രയോ ആളുകൾക്ക് നമുക്കറിയാം, പാവപ്പെട്ട കുട്ടികൾക്ക് കേൾക്കുവാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കോക്ലിയർ ഇംപ്ലാന്റേഷൻ പ്ലാൻ. അതുപോലെ തന്നെ സാധാരണക്കാരിൽ വരുന്ന ഗുരുതരമായ രോഗങ്ങൾക്ക് അവർക്കുണ്ടാകുന്ന വലിയ സാമ്പത്തിക പ്രയാസങ്ങളെ ലഘൂകരിക്കുവാൻ ഉണ്ടാക്കിയെടുത്ത കാരുണ്യ ബലമെന്നുണ്ട്. നിരവധിയായ അനവധിയായ പ്രവർത്തനങ്ങൾ. ഈ പ്രവർത്തനങ്ങളൊക്കെ തന്റെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, തന്റെ ഗവൺമെന്റ് പ്രവർത്തനങ്ങളൊക്കെ അടിസ്ഥാന വർഗങ്ങളിലേക്ക് എത്തിപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ആഗ്രഹിച്ച ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു ഭരണാധികാരിയായിരുന്നു. സാധാരണക്കാരന് വേണ്ടി പ്രവർത്തിക്കുകയും സാധാരണക്കാരന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയും അതിനുവേണ്ടി തന്നെ വിശ്വസ്തയുടെ വിപ്ലവം തീർത്ത് ഉത്തരവാദിത്വത്തിന്റെ ഉശരോടെ അത്യാധുനിക ഡിസൈനുകളിലും വൈവിധ്യവുമാർന്ന വുഡ് ഫർണിച്ചറുകൾ, മനമയക്കുന്ന ഡിസൈനുകളിൽ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാനും സ്വന്തമാക്കി സ്വപ്നം സാക്ഷാത്കരിക്കുവാനും നക്ഷത്ര തിലകത്തോടെ നിങ്ങളുടെ സ്വന്തം ഫർണിച്ചർ ഷോ. സ്റ്റാർ ഫർണിച്ചർ, കൃഷിഭവന് സമീപം, പെരിങ്ങോം. മറ്റെങ്ങും കാണാത്ത ഓഫറുകൾ കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിനങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നു. 10,000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഹോം ഡെലിവറി സൗകര്യം ലഭ്യമാണ്. ഫർണിച്ചറുകൾക്ക് ഈസി ലോൺ സൗകര്യവും. ഫോൺ 9847274367. സ്റ്റാർ ഫർണിച്ചർ, കൃഷിഭവന് സമീപം, പെരിങ്ങോം. വിശാലമായ നിരവധി ഡിസൈനുകളിൽ പ്രമുഖ കമ്പനികളുടെ ഫർണിച്ചറുകൾ. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളുടെ അകത്തളങ്ങൾ മനോഹരമാക്കാൻ വേണ്ടതൊക്കെ ഇവിടെ ലഭ്യമാണ്. സന്ദർശിക്കുക. സ്റ്റാർ ഫർണിച്ചർ ഷോറൂം, കൃഷിഭവന് സമീപം, പെരിങ്ങോം.